ഈ നമ്മുടെ വില കളയുന്നത് നമ്മൾ തന്നെയാണെന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ? അതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഇന്നലെ ഉണ്ടായേ. ഞാൻ ഇവിടെ ഒരു ഷോപ്പിൽ മീൻ മേടിക്കാൻ പോയി. അപ്പം എൻ്റെ കൂടെ വേറെ 2 പേരും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു മീൻ മേടിക്കാൻ. അപ്പം മീൻ കടയിലുള്ള പുള്ളി വേറെ ഏതൊരു രാജ്യക്കാരനാണ്. അപ്പോൾ ഈ ചേച്ചി മീൻ ഓർഡർ ചെയ്തിട്ട്, ഈ ചേച്ചി സൂപ്പർ മാർക്കറ്റാണ്, അപ്പം വേറെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയി. അപ്പം അതൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് ഇത് മീൻ മേടിച്ചിട്ട് പോകാമെന്നുള്ളതിലായിരിക്കും. പുള്ളിക്കാരി അതൊക്കെ മേടിച്ചിട്ട് പുള്ളിക്കാരി ഇത് മറന്നു പോയിട്ട് പുള്ളിക്കാരി ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ ഈ കടയിലെ പുള്ളി മീനൊക്കെ റെഡിയാക്കിയിട്ട് നോക്കിയിട്ട് പുള്ളിക്കാരെ കണ്ടില്ല. അപ്പം എത്തി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വേറെ ഇഷി പുള്ളിക്കാരി പോയോ എന്നൊക്കെ ഉള്ള ഇതിൽ ഇങ്ങനെ നോക്കും. അപ്പം ഞാനും ഇങ്ങനെ നോക്കി, പുള്ളിക്കാരി പോയോ. ഉടനെ ഈ രണ്ടാമന്മാരുണ്ടല്ലോ, അവന്മാർ പറയാം, അതെടുത്ത് വെച്ചു ഇപ്പം ലാഭമായില്ലേ എന്ന്. ഇത് കേട്ട ഉടനെ ഞാനോർത്ത് ഇവന്മാരെന്താ ഇങ്ങനെ പറയുന്നത്. പുള്ളി ഉടനെ ഈ മീനും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി പുള്ളിക്കാരിക്ക് കൊടുത്ത്. ഇവന്മാരങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആ പുള്ളിയുടെ മൈൻഡിൽ എന്നാ ആയിരിക്കും വന്നിട്ടുള്ളത്? ഒരു നമ്മൾ നാട്ടിൽ ഇപ്പോൾ അവന്മാരുടെ തന്നെ വില കളയുമല്ലേ ഇത്. ഇപ്പോൾ അവന്മാർ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളീസ് ആണെന്ന് ഈ പുള്ളിക്ക് അറിയാം. അപ്പം ഞാനും മലയാളീസ്. അപ്പം പുള്ളിക്ക് കോമൺ ആയിട്ടായിരിക്കുമല്ലോ ഈ പുള്ളി ചിന്തിക്കുന്നത്. ഇപ്പം നാടൊക്കെ വിട്ട് കഴിഞ്ഞാലും ആ രീതിയിലത്തെ ചിന്തിക്കുന്നതല്ലേ. ചിന്തിച്ചാൽ തന്നെ പുറത്ത് പറയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ വില കളയുന്നതിന് തുല്യമല്ലേ അതൊക്കെ. പിന്നെ എപ്പോഴും കാണുമല്ലോ, ഇപ്പോൾ ഒരു 100 പേരെടുത്താൽ അതിനകത്ത് 2 കൃമി കാണുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലായിടത്തും കാണും. പറഞ്ഞിട്ട് കാര്യമില്ല.